അമ്മയുടെ അറിവുകളിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മുടെ നയാഗര ഫോളിൻ്റെ കുറേ അട്രാക്ഷൻസ് ഈ മാസത്തിൽ ഓപ്പൺ അല്ല. എന്നിരുന്നാലും എല്ലാവരും കാണാൻ പറ്റും. നമ്മൾ വെറുതെ ആഗ്രഹിക്കുക എന്തെങ്കിലുമൊക്കെ നടക്കും. അതാണ് എൻ്റെ എക്സ്പീരിയൻസ് എനിക്ക് മനസ്സിലാകുന്നത്. 10 വയസ്സുള്ളപ്പോൾ എൻ്റെ ആഗ്രഹമായിരുന്നു 64 വയസ്സിൽ ഫുൾഫിൽ ചെയ്തത്. ഇത് സൂം ചെയ്യാതെ ഞാൻ കാണുന്നതാണ്. നയഗ്ര ഫോൾ എത്ര അടുത്ത് കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ലായിരുന്നു കേട്ടോ. ടിക്കറ്റ് ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് കം ആൻഡ് തിരക്കില്ലാത്തതുകൊണ്ട് നമുക്കിങ്ങനെ അടുത്തേക്കൂടെയൊക്കെ നടക്കാൻ പറ്റും. വൺസ് ഇൻ ലൈഫ് ടൈം ഇറ്റ് ഈസ് എ വേൾഡ് വണ്ടർ ടു ബി സീൻ. എൻ്റെ അങ്ങനെ ഐ ഫീൽ ഐ ആം എ ചൈൽഡ് ആക്ച്വലി. അതിൻ്റെ ആ ഫീല് കിട്ടുന്നുണ്ട്. കുറച്ചും കൂടി അടുത്ത് പോയ വെള്ളമൊക്കെ തെറിക്കുന്ന ഫീലൊക്കെ കിട്ടുന്നുണ്ട്. ബോട്ട് ടിക്കറ്റ്സ് ഒന്നും ഓപ്പൺ ആയിട്ടില്ല കേട്ടോ. അത് എനിക്ക് തോന്നുന്നത് നെക്സ്റ്റ് മന്തിലാന്ന് തോന്നുന്നു. ബോട്ട് ടിക്കറ്റ്സ് വേജ് ഇൻസ്ട്രക്ഷൻസ് ഒക്കെയാണത്. അത് നെക്സ്റ്റ് മന്തിലാണ് ഓപ്പൺ ആവുള്ളൂ. പക്ഷെ അതിൻ്റെ ഇൻഫർമേഷനൊക്കെയാണ് ഇവിടെ കിടക്കുന്നത്. നയാഗ്ര സിറ്റി ക്രൂസ് ഇത്. പിന്നെ സിപ്പ് ലൈൻ ഉണ്ട്, അതിപ്പോൾ ഓപ്പണാണ്. ടിക്കറ്റ് എടുത്താൽ ആ സിപ്പ് ലൈനിൽ കിടക്കും. ഒരു ടിക്കറ്റ് എടുത്തിട്ടാണ് പോകേണ്ടത്. അതിൻ്റെ ഇൻസ്ട്രക്ഷൻസാണ് ഈ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഓൺലൈനിൽ വേണമെങ്കിൽ എടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ ഫുഡൊന്നും കൊണ്ടുവരേണ്ട ആവശ്യമില്ല. ഇഷ്ടംപോലെ സാധനങ്ങളോടെ അടിച്ചു കഴിഞ്ഞ് ചെന്നാരി ഫോണൊക്കെ അടിച്ചു വെച്ചിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ പാലം കാണുന്നുണ്ട്. ആ പാലത്തിൻ്റെ അവിടെ നിന്നാണ് ഈ പാലം വരുന്നത്. കാനഡ സൈഡാണ്. ഇതാണ് ആ പാലം. ഈ പാലം കഴിഞ്ഞാൽ അത് അമേരിക്കൻ സൈഡാണ്. ആ സൈഡിൽ അമേരിക്കയിൽ നിന്ന് ഫോൾ കാണാം. പക്ഷേ ഈ ഇടയ്ക്കുള്ള വിടവ് ഇത് ഇപ്പോൾ കാനഡ സൈഡ്. വലിയ ഫോള് കാനഡ സൈഡിലാണ്. ഇത് സ്ട്രെയിറ്റ് ഫോളാണ് അമേരിക്കൻ സൈഡിൽ നിന്ന് കാണുന്നത്. നമ്മളിപ്പോൾ വേൾഡ് വണ്ടേഴ്സിൽ പറയുമ്പോൾ അമേരിക്കൻ നയാഗ്ര ഫോളിന് അമേരിക്ക പഠിക്കുന്നത്. പക്ഷേ വെൻ വി കം ഹിയർ വി ക്യാൻ സീ കനേഡിയൻ സൈഡിൽ നിന്ന് കാണുന്നതാണ് റൗണ്ടിലുള്ള വലിയ ഫോള്. ഇനി എൻ്റെ അടിയിലേക്ക് നമുക്ക് ഈ സൈഡിൽ കൂടെ നടന്നു പോകാൻ പറ്റും. അതാണ് ഇപ്പോൾ ഞങ്ങൾ ചെയ്യാൻ പോകുന്നത്. ഇവിടെ വന്നിങ്ങനെ നടക്കുമ്പോൾ ഇതിൻ്റെ അടുത്തുകൂടെ നമുക്ക് ക്ഷീണമേ തോന്നത്തില്ല കേട്ടോ. ആക്ച്വലി ഇറ്റ്സ് റിയലി ക്ലോസ്. I can't believe it. I am at near the Niagara Falls. I am at the Niagara Falls. I'm really enjoying the view. I'm really happy. I fulfill my dream and my bucket list from childhood. Okay, dream and go for it. When the time comes, you can do it. Niagara Falls the more blossom. അത് അമേരിക്കൻ സൈഡ്. സാധാരണ വെള്ളം കൊണ്ടൊക്കെ വന്നിട്ടില്ല. ഫീൽ ചെയ്യാം വെള്ളമൊക്കെ ചെറുക്കുന്നത്. So you guys come once in a while and enjoy the view. ഫീൽ കിട്ടണമെങ്കിൽ നേരിട്ട് വന്ന് കാണും. വീഡിയോയിൽ കാണുമ്പോൾ യു ക്യാൻ ജസ്റ്റ് സീ ഫീൽ. താങ്ക്സ്. ഞാനല്ല എക്സൈറ്റഡ് ആയിക്കണേ. നിങ്ങൾക്ക് ആ വെള്ളത്തിൻ്റെ ശബ്ദം കേൾക്കാമല്ലോ അല്ലേ? ഞാനതാണ് മിണ്ടാതിരിക്കുന്നത്. സി, ലിസൺ ആൻഡ് ഫീൽ ഇറ്റ്. നമുക്ക് ആ വെള്ളം നമ്മുടെ മുഖത്ത് അടിക്കുന്ന ഫീൽ ചെയ്യാണ്ട് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ. ഞങ്ങൾ റിയലി വെറ്റാവാൻ ഇതിൻ്റെ അടിയിലോട്ട് പോകാൻ വേണ്ടി ബാക്കിൽ കാണുന്ന
അമേരിക്ക, ഇത് കാനഡ. സൗണ്ട് എന്താ സൗണ്ടിൻ്റെ റോറിങ് സൗണ്ട് ഓഫ് ദി നേച്ചർ. ദാറ്റ്സ് ഇറ്റ്. ഇതാണ് ആ ബ്രിഡ്ജ്, അതാണ് അപ്പുറത്ത് അമേരിക്ക. ഈവനിങ്ങിൽ ഇവിടുന്ന് ലൈറ്റ് ഇതിലേക്ക് റിഫ്ലക്ട്, ലൈറ്റ് അവിടെ കാണുന്നത് ഈ ഫോണിൽ വെള്ളത്തിലേക്ക് റിഫ്ലക്ട് ചെയ്താൽ നല്ല ഭംഗിയാണ്. ഒരു പക്ഷേ ഞങ്ങൾ അതുവരെ ഞങ്ങളിവിടെ നിൽക്കുമായിരിക്കും. എങ്ങനെയുണ്ട് ഫോള്? അല്ല, നമ്മുടെ സീസൺ അത്ര മോശമല്ല അല്ലേ? വലിയ തിരക്കില്ല ഈ സമയത്ത് വന്നുകൊണ്ട്. ഓഫ് സീസൺ ആണെങ്കിലും ഫോള് നേച്ചറിലവിടെ ഒന്നുമുണ്ട്. സോ തിരക്കില്ലാതെ നമുക്ക് സമാധാനമായിട്ട് കാണാം. വെള്ളത്തിൻ്റെ കളർ കണ്ടോ? ഗ്രീൻ കളറാണ്. ദൂരെ നോക്കുമ്പോൾ ബ്ലൂയിഷ് ആയിട്ട് നോക്കും. ഞങ്ങളിനി ഇത് അവിടെ താഴേക്ക് എല്ലാം ഇപ്പം നിൽക്കുന്നുണ്ട്. അവിടേക്ക് പോകാൻ വേണം. ഞാൻ അമേരിക്കയും കണ്ടുപിടിക്കും. നല്ല കാറ്റൊക്കെ ഫീൽ ചെയ്യാം. അതാണ് ടേബിൾ റോക്ക് എന്ന് പറയുന്നത്. റോക്കിൽ നിന്ന് അങ്ങോട്ട് തള്ളി നിൽക്കുന്നത്. താഴേക്ക് നോക്കി എന്ത് ഡീപ്പാണ്. ഇതിന് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്നുണ്ട്. ഇതിൻ്റെ പവർ ഹൗസ് ആണ്. യു കെ നിന്ന് അധികം ദൂരമില്ല കേട്ടോ. 6 hours ഫ്ലൈറ്റാണ്. ഞാൻ സ്പ്ലിറ്റ് ഫ്ലൈറ്റ് എടുത്ത് ഐസ്ലാൻഡ് വഴി. സോ എനിക്ക് 5+3 8 hours ഫ്ലൈറ്റ്. ഈ സീസണിലൊക്കെ പൈസ വന്നു. എനിക്ക് ആക്ച്വലി 350 pound ആയി. എത്രയോ വെള്ളം ഒഴുകി വരുന്നതല്ലേ. ഇത്രയും ക്ലോസ് ആയിട്ടാണ് ഞങ്ങൾ കാണുന്നത്. ഇതാണ് റിയലി ഫോൾസ് എന്ന് പറയുന്നത്. നമുക്ക് മിസ്റ്റ് എല്ലാം ഫീൽ ചെയ്യാം കേട്ടോ. ആ വാട്ടർ ചാടുമ്പോഴുള്ള ഗ്രീൻ കളർ കണ്ടോ? അതണ്ട ഗ്രീൻ കളർ. ഇത് നൈറ്റിൽ ലൈറ്റ് അടിക്കുമ്പോൾ നല്ല ഭംഗിയായിട്ടാണ്. ദേവൻ നല്ല കാലാവസ്ഥയും. ദിസ് ഈസ് make sure I am not falling into the air. Be careful. അവിടെ കൂടി കാണാൻ പറ്റുന്നുണ്ട്. ഫോട്ടോ എടുക്കുന്നില്ല, റിസ്ക്കാണ്. ഈ ഹോഴ്സ് ഷൂ ഷേപ്പ് ഉള്ളതാണ് കാനഡ സൈഡിൽ നിന്നുള്ള. ഇതാണ് ഏറ്റവും നിയറസ്റ്റ് വ്യൂ. ഇത് ഞങ്ങൾ താഴേക്ക് പോകാൻ പാടില്ല. സൗണ്ട് എല്ലാം കേൾക്കാലോ അല്ലേ? വാട്ടറിൻ്റെ ഡിഫറൻസ് ഉണ്ടാകും. നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ കോപ്പി പോയിട്ടുണ്ടാകും. ഇതിൻ്റെ അടിപൊളിയാണ് ഞങ്ങൾ ബോട്ടിങ് ഇപ്പം ഇല്ലാണ്. പല അട്രാക്ഷൻസ് ഉണ്ട് ഇവിടെ. ആക്ച്വലി ഇത് മെയ്ഡ് ഓഫ് ദ മിസ്റ്റ് ഇപ്പം ഇല്ല. അത് മെയ് ജൂണിലേക്ക് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. പിന്നെ ഇപ്പം നമ്മൾ പോകുന്ന ജേണി അണ്ടർ ദ ബ്രിഡ്ജാണ്. ജേണി അണ്ടർ ദ ഫോള സംതിങ് ലൈക്ക് ദാറ്റ്.
അതോടെ നിന്ന് ഇങ്ങനെ ഫോട്ടോ എടുക്കാം. അതിൽ നല്ല ഫോളിൻ്റെ അടുത്ത് കാലം മുതൽ ഇപ്പം ഞങ്ങൾ ജേണി ബിഹൈൻഡ് ദ ഫോൾ അവിടേക്ക് പോകാൻ ടിക്കറ്റ് എടുത്തു. ഡ്രസ്സൊക്കെ അങ്ങനത്തെ റെയിൻകോട്ട് അവർ ഫ്രീ ആയിട്ട് തരും. അപ്പോൾ അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിടണം, അല്ലെങ്കിൽ നമ്മൾ മൊത്തം നനയും. ഇത് അതിൻ്റെ ടിക്കറ്റിൻ്റെ കൂടെ ഫ്രീ ആണ്. അത് ഡിസ്പോസിബിൾ ഇതാണ്. ഓക്കെ, ഫേസിലേക്ക് കൊണ്ടുവരുന്നത് ലിഫ്റ്റ് ഇറങ്ങിയിട്ട് നമ്മളിങ്ങനെ ടണലിൽ കൂടെ പോവാണ്. 2 ടണലുണ്ട്. ഒരു ടണൽ നൈഗർ ഫോളിൻ്റെ അങ്ങോട്ട് പോകാം. അവിടെ ചെന്ന് നമ്മൾ ശരിക്കും നനയും. അതിനാണ് നമുക്കിതൊക്കെ തന്നിരിക്കുന്നത്. ഫോളിൻ്റെ അടിയിലേക്ക് അങ്ങനെ ഞങ്ങൾ നനയാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് അത്ര തിരക്കുള്ള ദിവസം അല്ലായിരുന്നു. ഇത്രയും ക്യൂ ഒക്കെ എടുത്തിരുന്നു. ശരിക്കും ഈ ഒരു എക്സ്പീരിയൻസ് കൂടി ചെയ്താൽ മാത്രമേ നയാഗറ ഫോൾ വിസിറ്റിങ് കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പോൾ നിങ്ങൾ നയാഗറ ഫോൾ കാണാൻ പോകുമ്പോൾ ഇതും കൂടി മസ്റ്റായിട്ടും ചെയ്തിരിക്കണം. ഇച്ചിരി ഇത് ബോട്ടിൽ പോകുന്നതിനേക്കാളും ബെറ്റർ എക്സ്പീരിയൻസ് ഇതായിട്ടാണ് എനിക്ക് തോന്നിയത്. ഓക്കെ, ഗോ ഫോർ ഇറ്റ്. നല്ല വെതറാട്ടോ. ഇവിടെ എത്തിയപ്പോൾ ഒരുവിധം വെയിലുണ്ട്. ഈ വെള്ളമൊക്കെ ഉള്ളതുകൊണ്ട് നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. It's a wonderful experience. Wonderful experience. നമ്മൾ കുറച്ചുകൂടി നീങ്ങി നിൽക്കുമ്പോൾ നമുക്ക് ആക്ച്വലി അത്രയും കാറ്റും മഴയൊന്നും വരുന്നില്ല കേട്ടോ. മഴയല്ല, ആക്ച്വലി ഫോളിൽ വീഴുമ്പോൾ വെള്ളം തെറിക്കുന്നതാണ്. തണുപ്പില്ലാത്തതുകൊണ്ട് ഇവിടെ എത്ര നിന്നാലും നമുക്ക് ക്ഷീണം തോന്നുന്നില്ല കേട്ടോ. അങ്ങനെ വിറക്കിലൊന്നുമില്ല കേട്ടോ. ഇങ്ങനെ ഒരു ലൈഫ് ടൈം ഡ്രീം കം ട്രൂ. ഡ്രീം ഇറ്റ്, ഡു ഇറ്റ്, എൻജോയ് ഇറ്റ്. Everybody enjoy.
Can you hear the roaring sound of the Niagara Falls? അതാണ് പ്രകൃതിയുടെ ശബ്ദം. സൂക്ഷിച്ചില്ലെങ്കിൽ ക്യാമറ ഒക്കെ പറഞ്ഞു പോകും. ആക്ച്വലി ഇവിടെ വന്നപ്പോൾ നമുക്ക് നല്ല വെയിൽ കിട്ടും. അത് കാരണം ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. Wow, ബോട്ടിൽ പോകുമ്പോൾ അതിൽ കൂടെ ജസ്റ്റ് ഒന്ന് കൊണ്ടുപോകുള്ളൂ. ഇവിടെ നമുക്ക് എത്ര നേരം വേണമെങ്കിലും നിൽക്കാം. ഈ മിസ്റ്റ് എന്തൊക്കെ എൻജോയ് ചെയ്യാം. നൈസ് ഡ്രിങ്ക്. ഹോളിൻ്റെ അടിയിൽ കൂടെ ടണലിൽ കൂടെ അല്ലാണ്ട് ആർക്കും പോകുന്നിട്ടില്ല. ടണലിൻ്റെ അടിയിൽ കൂടെ നമ്മളിപ്പോൾ പോകുന്നത്. എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? നമ്മൾ ശരിക്കും ഹോളിൻ്റെ അടിയിലിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ ചെറിയൊരു ടണലുള്ളൂ, അതുകൊണ്ട് ഒത്തിരി പേർക്ക് അങ്ങോട്ട് ഒറ്റയടിക്ക് പോകാൻ പറ്റത്തില്ല. ഇപ്പോൾ നമ്മൾ കണ്ടത് ഹോളിൻ്റെ അടിയിലാണ് നമ്മൾ നിൽക്കുന്നത്. ഞാൻ ബിലീവ് അപ്പോൾ ഇങ്ങനെ ചെറിയ ബോട്ടിലായിട്ട് അവിടെ കാണാൻ പറ്റത്തേ ഉള്ളൂ. You have to dress up as a banana later or something, or Well, maybe that the rain coming later, whichever one. It's up to you. താങ്ക് യു. Thank you. Have a good one. അപ്പം അങ്ങനെ നയഗറ ഫോള് കണ്ട് തൃപ്തിയായി. ഞങ്ങൾ തിരിച്ച് പോവാണ്. ഇനി ഫുഡൊക്കെ കഴിക്കാം. ഇവിടെ ഇഷ്ടംപോലെ ഫുഡിൻ്റെ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ആക്ടിവിറ്റീസ് എല്ലാം ഓപ്പൺ അല്ലാത്തതുകൊണ്ട് ഞങ്ങളുടെ കുറച്ച് പൈസ ചിലവായില്ല. പക്ഷെ $33 ആയിരുന്നു ബിഹൈൻഡ് ദ ഫോള് പോണേന്. പിന്നെ ഹോട്ടലൊക്കെ നമുക്ക് മുറിയെടുത്താൽ കുറേ സമയം ഫോളൊക്കെ കണ്ടിരിക്കാം. എന്തായാലും എല്ലാം നന്നായിരുന്നു, കാലാവസ്ഥ നന്നായിരുന്നു. ബൈ ബൈ. ഇതാണ് നയാഗറ ഫോളിൻ്റെ അടുത്തുള്ള വ്യൂ. അപ്പോൾ എല്ലാവരും വരിക, എൻജോയ് ചെയ്യുക. ഓക്കെ ദെൻ ബൈ ഫോർ ടുഡേ. അമ്മയുടെ അറിവുകളിലേക്ക് നമുക്ക് വീണ്ടും കാണാം. പുതിയ അറിവ്. എൻജോയ് യുവർ ഡേ. ഹാവ് എ നൈസ്